തമിഴ്നാട്ടിലെ കമ്പത്താണേ. ഞാനിങ്ങനെ വിചാരിക്കുന്നത് കമ്പത്ത് വന്നിട്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ബസ്സിന് കയറി ഒരു ട്രാവലായിട്ട് അങ്ങോട്ട് പോയേക്കാണ്. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ഊരുകളിലേക്കൊക്കെ പോകുന്നൊരു ബസ്സുണ്ട് കേട്ടോ. ആ ബസ്സിൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ബസ്സിന് കയറി തേവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുവാണേ. ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് കമ്പം ടൗണിലേക്കുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് ബസ് കിട്ടിയത്, പുറകിലത്തെ ബസ് അല്ലായിരുന്നേ. അങ്ങനെ നമ്മൾ കയറിയ വണ്ടി കമ്പത്തു നിന്നും മെല്ലെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ പറയാം, ഈ വീഡിയോയിൽ കൂടുതൽ ട്രാവൽ വീഡിയോ ആയിരിക്കും വരുന്നത്. കാരണം വഴിയോര കാഴ്ചകളും ഒക്കെ കണ്ടാണ് നമ്മളങ്ങനെ പോകുന്നത്. കമ്പം ടൗണിൽ കൂടെ നമ്മൾ ഇപ്പോൾ പോകുന്നത് തേവാരം എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കാണ്. ഇപ്പം നമ്മൾ പാളയത്തെ ബസ് സ്റ്റാൻഡിലാണ് കയറിയത്. പാളയത്ത് നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു പോവുകയാണ്. ബസ്സിലേ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, അത് കാരണം കോപ്പറേറ്റ് കണ്ടമാനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗത്തിലാണ് വീഡിയോ ചെയ്യാറ് കൂടുതലും. നമ്മൾ പാളയം ആ ഒരു ജംഗ്ഷനിൽ വന്നു. ഇടത്തോട്ട് കിടക്കുന്ന ആ ഒരു വഴിക്ക് നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ പാളയം ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ തേവാരത്തേക്കുള്ള ആ ഒരു റൂട്ടിലേക്ക് പോവുകയാണ്. ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. നമ്മളിന്ന് കയറിയിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സിലാണ്. അതുകൊണ്ട് ഈ ബസ്സിന് ഇച്ചിരി ചാട്ടം കൂടുതലാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഒരു ചാട്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിലെല്ലാം ഇവർ ക്രോസ് വരയിട്ടിട്ടുണ്ട്. അത് ഇച്ചിരി കട്ടി കൂട്ടിയിട്ടിരിക്കുന്നത്. അതിന് മുകളിൽ കൂടെ കയറി ചാടുമ്പോൾ ഭയങ്കര കുലുക്കമാണ് കേട്ടോ. ഞാൻ ഏറ്റവും പുറകിലുമാണ് ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് ഈ പുളിമരങ്ങളൊക്കെ കാണാം. ഇവിടെ വേറെ മരങ്ങളൊന്നും വരുന്ന പുളിയും പഞ്ഞിയും വേപ്പ് അങ്ങനെയുള്ള മരങ്ങളാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൽമരങ്ങളും കാണാം. അതിന് ചുവട്ടിലൊരു അമ്പലവും അതിൻ്റെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ പോകുന്ന ഒരു റൂട്ടിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. കാറ്റാടിയൊക്കെ നിന്ന് കറങ്ങുന്നുണ്ടോ. നമുക്ക് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. രാമക്കൽമേടിൻ്റെ ഭാഗത്തൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ തേവാരമെട്ടിലെ കാറ്റാടികളൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കുക. അപ്പം നമ്മുടെ മുന്നിലൊരു വലിയ കാറ്റാടിയുണ്ട്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടുകൂടി ഇവിടുത്തെ മനോഹരമായ ഈ ഒരു ഗ്രാമക്കാഴ്ചകളും കുറേ പച്ചപ്പും ഒക്കെ ആയിട്ട് ഇടയ്ക്കുമുട്ടിനുമൊക്കെ കേരളത്തിൽ മഴ പെയ്യുന്നതനുസരിച്ചുള്ളൊരു കുറച്ച് മഴയൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നോക്കി മനോഹരമായ തെങ്ങിൻ തോപ്പുകളൊക്കെ കാണാം. തമിഴ്നാട്ടിലുള്ളത് ഏറ്റവും കൂടുതലും ഈ തെങ്ങിൻ തോപ്പുകളാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത്രയധികം തെങ്ങിൻ തോപ്പുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം തമിഴ്നാട്ടിലേക്ക് കുറച്ച് വീഡിയോയ്ക്കൊക്കെ ഇറങ്ങണമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടുക്കിയിൽ നമ്മളിപ്പോൾ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചിനി മഴ വീഡിയോ അങ്ങനെയുള്ള സംഭവമാണ് നമുക്കിനിയിപ്പോൾ എടുക്കാനുള്ളത്. മഴയുടെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അതും കാണത്തില്ല. കാരണം നമ്മൾ ഒരുപാട് പോയ സ്ഥലങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയി. ആൾക്കാർക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലോട്ടും ഇങ്ങനെയുള്ള കുറേ ഗ്രാമപ്രദേശങ്ങളിലേക്കും ബസ്സിൽ പോയിട്ടും സ്കൂട്ടറിൽ പോയിട്ടും കുറച്ച് നടന്നു പോയിട്ടും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ പ്ലാനൊക്കെ. എത്രത്തോളം ഒക്കെ ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ പരിശ്രമിക്കാം കേട്ടോ, കാഴ്ചകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഈ വീഡിയോയ്ക്കൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടേ. നമ്മൾ ദൂരം പോകുമ്പം എണ്ണം കുറയും. അപ്പം നമ്മുടെ അടുത്തടുത്താകുമ്പോൾ നമുക്ക് എണ്ണം കൂടുതൽ കിട്ടും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഇവിടുത്തെ ഈ ഗ്രാമഭംഗിയുടെ കാഴ്ചകളൊക്കെ കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് കാറ്റാടിയും മനോഹരമായ റോഡുകളും അതുപോലെ കൃഷിയിടങ്ങളും അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കിടക്കുന്ന വണ്ടി, പിന്നെ ട്രാക്ടർ പോകുന്നു. തമിഴ്നാട്ടിലൊരു ട്രേഡ് മാർക്കാണ് ഈ ട്രാക്ടർ എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ കുറേ മലനിരകൾ കാണാവേ. അത് ഏതൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. മൂന്നാർ സൈഡൊക്കെ കൊടൈക്കനാൽ സൈഡൊക്കെ വരും. ഇതിലെ നിന്ന് വഴി തിരിഞ്ഞ് നമുക്ക് കൊടൈക്കനാലിനൊക്കെ പോകാവുന്നതാണ്. പെരിയകുളമൊക്കെ ചെന്നിട്ട് ആ വഴിക്ക് നമ്മൾ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏതോ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്.
എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകളൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കോവൈ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ കയറിയാണ് പോകുന്നത് കേട്ടോ. കോവൈ കഴിഞ്ഞിട്ടാണ് ഈ തേവാരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ ചെല്ലുന്നത്. അപ്പം തമിഴ്നാട്ടിലെ ടൗണുകളൊന്നും അത്ര മോശം ടൗണല്ല. പിന്നെ ഇവിടുത്തെ റോഡ് കണ്ടോ, എത്ര ചെറിയ ഗ്രാമത്തിലേക്കുള്ള റോഡുകളാണെങ്കിലും നല്ല കിടിലൻ റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ പൊളിഞ്ഞ റോഡൊന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല. അപൂർവമായിട്ട് വല്ല ഉൾപ്രദേശങ്ങളിലും വന്നെങ്കിലേ ഉള്ളേ. ഇവിടെ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം കോവൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണേ. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ തേനിക്കൊക്കെ പോകുന്ന ഒരു റോഡാണത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നേ, നമ്മൾ ആദ്യം കണ്ടില്ലേ. ഇവിടേക്ക് നോക്കൂ, ഇവിടുത്തെ ഒരു ഗ്രാമഭംഗിയുണ്ടോ, എത്ര മനോഹരമാണ്. നമ്മുടെ കേരളത്തിൽ പോലും നമുക്ക് ഇത്രയും തെങ്ങുംതോപ്പുകളൊക്കെ ഒരുപോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കില്ല. ആ ഒരു മേഖല കംപ്ലീറ്റ് തെങ്ങുംതോപ്പാണ്. അതോടുകൂടി ഇപ്പുറത്ത് വേറെ ഏതോ ഒരു കുറച്ച് മരങ്ങളും കൂടെ, അത് പുളിമരമാണ്. പുളിമരമുണ്ട്, പിന്നെ പഞ്ഞിയുണ്ട്, വേപ്പുണ്ട്, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഈ തണൽ കൊടുക്കുന്ന മരങ്ങൾ. നമ്മുടെ ഇടുക്കിയിലെ പോലെയല്ല, ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് ആ ചൂടൊന്നും പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല, അതുപോലത്തെ ചൂടാണ്. ഇവിടുത്തുകാർക്ക് പിന്നെ അവരത് അനുഭവിച്ച് അങ്ങ് പരിചയിച്ചു പോയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വെച്ചു. നമ്മുടെ ബസ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിന് നല്ല ചാട്ടമുണ്ട് കേട്ടോ, ചെറിയ ചാട്ടമൊന്നുമല്ല. ഏറ്റവും പുറകിൽ ഇരുന്നിട്ട് നമ്മൾ തല മോളിൽ പോയി ഇടിക്കുന്ന സൈസ് ആണ് ഇവർ ഓരോ കട്ടിങ്ങെ കൂടെ കയറ്റി ഇറക്കുന്നത്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു കോവൈ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ മലയാളമല്ല, ഇംഗ്ലീഷിൽ പേരെഴുതി വെക്കാത്തതാണ് ആകെ പ്രശ്നമാകുന്നത്. സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് പിടി കിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ കോവൈ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയേ. കോവയിൽ നിന്നും തേവാരംപെട്ടിലേക്ക് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ കിടപ്പുണ്ട്. ഈ ഒരു റൂട്ടിൽ കൂടുതലും പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ സർവീസ്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ഈ വഴിക്ക് എനിക്ക് കുറവാണോ എന്ന് തോന്നുന്നു. ഞാനിപ്പം ഈ ബസ്സിൽ കയറിയതടക്കം നമ്മൾ ഓപ്പോസിറ്റ് കണ്ടതടക്കം ഒരു 3-4 ബസ് കണ്ടതെല്ലാം പ്രൈവറ്റ് ബസ്സുകളായിരുന്നു. അത് കുറച്ചെന്നെ നമ്മുടെ വീഡിയോയിൽ വന്നുള്ളൂ. ഈ ഒരു മേഖലയൊക്കെ കണ്ടോ, ഒരുപാട് ജനങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് മുമ്പ്. ഈ വഴിക്കൊക്കെയും മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തിട്ടുണ്ട്. റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നു. വീണ്ടും ഒരു പിങ്ക് ബസ് വരുന്നുണ്ടേ. ഈ ബസ്സിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? തമിഴ്നാട്ടിലെ പ്രായമായവർക്കും സ്ത്രീകൾക്കും ഒന്നും ആ ബസ്സിൽ ടിക്കറ്റ് ഇല്ല. പക്ഷെ ആ ബസ്സിൽ കയറിയ മിനിമം ടിക്കറ്റ് 20 രൂപയാണ്. ഞാനത് കയറിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ചെറുപ്പക്കാരോട് അവരുടെ പൈസയും കൂടെ അവരുടെ പൈസയും കൂടെ മേടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ഉൾപ്രദേശത്തേക്ക് പോകുന്നൊരു വാഹനമാണ്. ഒരുപാട് ഉൾപ്രദേശത്തേക്കാണ് ആ പിങ്ക് ബസ്സൊക്കെ പോകുന്നത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ബസ്സും അതുപോലെ തമിഴ്നാട്ടിലെ ആ പച്ച ബസ്, നീല ബസ്, മഞ്ഞ ബസ്സൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് യാത്ര പോകാറില്ല. അവർ ഹൈവേ സർവീസാണ് കൂടുതലും. വീണ്ടും ഒരു പ്രൈവറ്റ് ബസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രൈവറ്റ് ബസ്സുകളാണ് ഈ റൂട്ടിൽ കൂടുതൽ വരുന്നതെന്ന്. ഈ ഒരു വീടിന് കണ്ടോ, നല്ല പച്ച പെയിൻ്റൊക്കെ അടിച്ച് ഒത്തിരി രസമുണ്ടല്ലോ കാണാൻ. പിന്നെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഒത്തിരി വാഗമരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ. നമ്മൾ കോവയൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം തേവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. തമിഴ്നാടിൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു പച്ച ബസ് പോയതുകൊണ്ടോ, അത് ഒത്തിരി ഭംഗിയുണ്ട് കാണാനേ. ഇനി നമുക്ക് വീണ്ടും ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം തേവാരം എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തേവാരം ടൗണിലേക്ക് പ്രവേശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വഴി സൈഡിൽ നിറയെ വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്നു. വാഗമരം അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേര്, ഗുൽമോഹർ അങ്ങനെയും പറയും അല്ലേ. നമ്മളൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള വാഗ എന്നാണ്. അത് വാഗ 2-3 ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നീലവാഗയും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം തേവാരം ടൗണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും മനോഹരമായ തെങ്ങുംതോട്ടമൊക്കെ നമുക്ക് കാണാവേ. കൂട്ടത്തിൽ വഴി സൈഡിൽ പുളിമരങ്ങളും. അങ്ങ് ദൂരെയായിട്ട് ഒരു പാറക്കെട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്നൊരു പാറക്കെട്ട് കണ്ടോ. അവിടെ തേവാരത്തേക്കുള്ളൊരു സ്വാഗത ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു കട്ടക്കളമാണ്. പിന്നെ ഒത്തിരി ഇതുണ്ടോ, ഇതുപോലുള്ള വീടുകളും നമുക്ക് കാണാം.
എത്ര മോശം വീടാണല്ലോ അവരതിന് പെയിന്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടാവേ. ഈ ഒരു മേഖലയൊക്കെ കണ്ടോ, അവിടെയൊക്കെ വീടുകൾക്കൊക്കെ ഉള്ള ഫ്ലോട്ടുകൾ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഈ തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തേവാരം ടൗണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി തേവാരം ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെയാണ് കൂടുതൽ നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഒരു ട്രാക്ടർ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ബ്ലോക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു പാലത്തിൻ്റെ പണി നടക്കുവാണേ ഹൈവേയിൽ. അങ്ങനെ നമ്മൾ ഇപ്പോൾ തേവാരം ടൗണിലേക്ക് കയറി. ഇനി ഞാൻ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ബസ്സൊക്കെ എങ്ങോട്ടുള്ളതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ചിട്ട് വേണം ഈ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഒരു പഴയ പട്ടണം പോലെ ഉണ്ടല്ലേ ഈ തേവാരം കാണുമ്പോൾ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഈ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന വീടുകളാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇവിടുത്തെ എല്ലാം ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. നമ്മൾ കമ്പത്തുനിന്ന് കയറി വന്ന ബസ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേവാരം എത്തിയേ. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. തേവാരം ബസ് സ്റ്റാൻഡ്. നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. നമ്മൾ വന്ന ബസ് ബോഡിനായക്കന്നൂരേക്ക് പോവാണേ. നമുക്ക് തേവാരം ടൗണിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. തമിഴ്നാട്ടിലെ ഏത് ചെറിയ ടൗണിൽ നോക്കിയാലും അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ. ചക്കപ്പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ടോ. നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന ചക്കയൊക്കെ ഇവിടെ കൊണ്ടുവന്നവർ. ഇതൊരു ചായക്കടയാണ്, ചായ കുടിക്കായിരുന്നു അല്ലേ. ഇതാണ് ഈ നല്ല പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതൊരു സ്ട്രീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ ട്രാക്ടറിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കതിൽ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് ഇങ്ങനെ പോവാം. വഴിക്കൊക്കെ കുറേ കടകളും വെട്ടിക്കടകളും പഴങ്ങളൊക്കെ വിൽക്കുന്നു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. തേവാരത്തെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു അമ്പലമുണ്ടേ. നമുക്ക് അവിടം വരെ പോയിട്ട് വരാം കേട്ടോ. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിനായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഇവിടെയും ഒരുവിധം മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ പേരക്കയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പേരക്ക കച്ചവടം. എന്നാ വില പേര? 1 കിലോ 80. കമ്പത്തിലെ 100 രൂപയോ? വരെ അങ്ങോട്ട് സ്ട്രീറ്റാണ് കേട്ടോ. അങ്ങോട്ട് സ്ട്രീറ്റാണേ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ആ ഒരു കോവിൽ കാണത്തില്ല, അമ്പലം, അവിടെ വരെ പോയിട്ട് വരാം. ചായ, വട, പഴങ്ങൾ, മുറുക്കാങ്കട, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഏകദേശം അതിൻ്റെ പുറകിൽ കാണുന്ന മലനിരകളെല്ലാം കേരളത്തിൻ്റെയാണ്. മൂന്നാർ സൈഡൊക്കെയാണേ. ഇവിടെ ഇന്ന് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അമ്പലത്തെ ഉത്സവം പോകും. ഒരു ട്രാക്ടർ വരുന്നുണ്ടോ. പാട്ട് കേൾക്കാൻ രസമുണ്ടല്ലേ. പക്ഷെ ഇതിന് കോപ്പറേറ്റ് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഇവിടം വരെ വന്നേ. അമ്പലത്തിന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാളെ പുറത്തേക്ക്. വീണ്ടും ആ പോയ ട്രാക്ടർ തിരിച്ചു വരുന്നുണ്ടോ. ട്രാക്ടർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളങ്ങനെ അപ്പുറത്തോട്ട് പോയി തിരിച്ച് ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്താറായേ. ഈ തേവാരത്തേക്ക് നമുക്ക് വരാനായിട്ട് മൂന്നാർ സൈഡിൽ നിന്ന് വന്നാൽ ബോഡിവെട്ട് വഴി ഇറക്കി ഇങ്ങോട്ട് വരാം കേട്ടോ. ബോഡിവെട്ട് കഴിഞ്ഞ് ബോഡി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേവാരം ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാവുന്നതാണ്. തേവാരം ബസ് സ്റ്റാൻഡ്. നമുക്ക് അവിടെ നിന്ന് ബോഡിക്കുള്ള ബസ് ആ സ്ട്രൈറ്റ് ഫോളോ ചെയ്യാൻ വിചാരിക്കുന്നത്. ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ ഇനി ടൗണും മറ്റു കാര്യങ്ങളൊന്നുമില്ല. തേവാരത്തെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇങ്ങനെ നിന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അവിടുന്ന് ആ ട്രാക്ടറൊക്കെ വരുന്ന കേട്ടോ. കൃഷിയിടത്തിലൊക്കെ പോയിട്ട് വരുന്നതാണേ. അപ്പം നമുക്ക് തേവാരം ബസ് സ്റ്റാൻഡിൽ കയറി നോക്കാം. നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് കിട്ടുമോ നോക്കാം. ഇവിടെ ഇപ്പോൾ കിടക്കുന്ന ഒരു തേനിക്കുള്ള ബസ്സാണ്.
ഇന്നത്തെ നമ്മുടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മഴയത്തുള്ള ഒരു ഇതായിപ്പോയി. ഞാൻ കേരളത്തിൽ മഴയായിരിക്കും, തമിഴ്നാട്ടിൽ മഴ കാണുകയെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴയാണ്. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ.